സാധാരണഗതിയിൽ ഒരാൾ വൈദികനാകാൻ 12 വർഷം സെമിനാരി ഫോർമേഷൻ ഉണ്ട്. ഇത് പല സാഹചര്യങ്ങൾ കൊണ്ട് കൂടിയോ കുറഞ്ഞൊക്കെ വരാം. ഈ ഫോർമേഷനിടയ്ക്ക് പല രീതിയിൽ കാറ്റഗിസം മിനിസ്ട്രിക്കും പാരിഷ് മിനിസ്ട്രിക്കൊക്കെ ഇടവകയിൽ അയക്കാറുണ്ട്. ഇത് അയക്കുന്നതിൻ്റെ ലക്ഷ്യം ഇത്രയേ ഉള്ളൂ: ഒരു ആക്ച്വൽ മിനിസ്ട്രി ഒരു അച്ഛനായതിനു ശേഷം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഒരു ഇടവക എക്സ്പീരിയൻസ് ഒക്കെ അറിഞ്ഞിരിക്കുക. ഇതാണ് നാളെ ചെയ്യാനുള്ള മിനിസ്ട്രി എന്ന് തിരിച്ചറിഞ്ഞിരിക്കണം. ഇതിന് വേണ്ടിയിട്ടാണ് ഈ കാറ്റഗിസം മിനിസ്ട്രിക്കും പാരിഷ് മിനിസ്ട്രിക്കൊക്കെ വിടുന്നത്. ഇങ്ങനെ വിടുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ടവർ കൃത്യമായ ഇൻസ്ട്രക്ഷൻ കൊടുക്കും. ചിലപ്പോൾ സെമിനാരി റെക്ടറോ ബിഷപ്പോ ഒക്കെ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തത്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എവിടെ പോകണം, എവിടെ പോകരുത്, കൃത്യമായ ഇൻസ്ട്രക്ഷൻ കൊടുക്കും. കാരണം ഇതൊക്കെ കൊടുത്താലേ ഒരാളയാളുടെ ഫോർമേഷൻ കൃത്യമായി അക്വയർ ചെയ്ത് നല്ലൊരു അച്ഛനാകാൻ പറ്റൂ. ഇതേ കണക്ക് യേശു ഇന്നൊരു ട്രയൽ ഫോർമേഷൻ നടത്തുകയാണ്. ഒരു ആക്ച്വൽ മിനിസ്ട്രി പിന്നീടുണ്ട്, പക്ഷേ അതിനു മുമ്പ് ഒരു ട്രയൽ മിനിസ്ട്രി. യേശു 12 പേരെ വിളിച്ചു കൂട്ടി, എന്നിട്ട് കുറേ അധികം കാര്യങ്ങൾ പറയുകയാണ്. എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എല്ലാം പറയുകയാണ്. അതിലേറ്റവും പ്രധാനമായിട്ട് ആദ്യം പറയുന്നത് എവിടെ പോകരുത് എന്നാണ്. എന്നിട്ട് യേശു 2 സ്ഥലം പറയുന്നുണ്ട്. നിങ്ങൾ വിജാതിയുടെ അടുത്തേക്ക് പോകരുത്. 2, നിങ്ങൾ സമരിയാക്കാരുടെ അടുത്തും പോകരുത്. ഇനി എവിടെ പോകണം? ഇസ്രായേലിൽ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് പോകണം. എന്തുകൊണ്ടാണ് യേശു ഇങ്ങനെ പറഞ്ഞത്? എന്തുകൊണ്ടാണ് അവരുടെ അടുത്തേക്ക് പോകാൻ പാടില്ലാത്തത്? ഉത്തരവേ ഉള്ളൂ: നമ്മുടെ കൂട്ടത്തിൽ ചിലരൊക്കെ തെറ്റിപ്പോയിട്ടുണ്ട്. നമ്മുടെ കൂടെ നിൽക്കുന്ന പലരും ഇപ്പം നഷ്ടപ്പെട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളെ മിനിസ്റ്റർ ചെയ്യാൻ ഒത്തിരി ദൂരെ നടന്നു പോകണ്ട. നിങ്ങളെ അത്ഭുതത്തിൻ്റെ കഥ പറഞ്ഞ്, അടയാളങ്ങളുടെ കഥ പറഞ്ഞ്, സൗഖ്യത്തിൻ്റെ കഥ പറഞ്ഞ് ഒത്തിരി ദൂരെയൊന്നും പോകണ്ട. നിങ്ങളുടെ കൂട്ടത്തിൽ നോക്ക്, നിങ്ങളുടെ ചുറ്റും നിങ്ങൾ നോക്ക്. ആദ്യം നിങ്ങളുടെ കൂട്ടത്തിൽ ആരൊക്കെയോ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. നിങ്ങൾ ആദ്യം അവർക്കൊരു സൗഖ്യത്തിൻ്റെ കഥ പറ. അവർക്കൊരു അത്ഭുതത്തിൻ്റെ കഥയായി മാറും. അവരുടെ ജീവിതത്തിൽ നിങ്ങൾ സാന്ത്വനമായി മാറും. അവരുടെ ജീവിതത്തിന് ഒരു സമാധാനത്തിൻ്റെ അനുഭവമായി മാറും. ഇങ്ങനെ അവരുടെ വീട്ടിൽ പ്രവേശിച്ച് അവരോടൊപ്പം നിങ്ങളായിരുന്നു, അവരോടൊപ്പം ഭക്ഷണം കഴിച്ച്, അവരോടൊപ്പം സമാധാനം ആശംസിച്ച് നിങ്ങൾ അവരുടെ ജീവിതത്തെ വീണ്ടെടുക്കുക. ഇങ്ങനെ നിങ്ങൾ കടക്കേണ്ടത് ചില മനുഷ്യരുടെ ജീവിതത്തിലേക്കാണ്, നിങ്ങളുടെ കൂട്ടത്തിലെ ചില മനുഷ്യരുടെ ജീവിതത്തിലേക്ക്. അങ്ങനെ അവരെ വീണ്ടെടുത്തതിന് ശേഷം നിങ്ങൾ ദൂരെ യാത്ര ചെയ്യും. എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ മിനിസ്റ്റർ ചെയ്യുന്നവരാണ്. എന്നാൽ നമ്മുടെ മിനിസ്ട്രിയൊക്കെ ഈ കണ്ണിൽ കാണാത്തതും അറിയാത്തതുമായ മനുഷ്യർക്ക് വേണ്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കൂടെ ചില മനുഷ്യരെ നോക്ക്, എന്തുമാത്രം നഷ്ടപ്പെട്ടു പോയി ജീവിക്കുന്നുണ്ട്. ചിലപ്പോഴൊക്കെ അവരുടെ നന്മകൾ നഷ്ടപ്പെട്ടു പോകുന്നു, പുണ്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നു. ചിലപ്പോഴൊക്കെ നന്നായിട്ട് ജീവിക്കാൻ പറ്റാതെ കഷ്ടപ്പെടുന്നു. ഇങ്ങനെ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ചിലർ അവരവരെ തന്നെ നഷ്ടപ്പെട്ട് ജീവിക്കുമ്പോൾ നമുക്കെന്തുകൊണ്ടാണ് അവരുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റാത്തത്? നമ്മൾ നമ്മുടെ മിനിസ്റ്റർ ചെയ്യേണ്ടത് ദൂരേക്കൊന്നും പോയിട്ടല്ല, കൂട്ടത്തിൽ നഷ്ടപ്പെട്ട ചില മനുഷ്യരെ കണ്ടെത്ത്, അതിനുശേഷം ദൂരേക്കൊക്കെ നടന്നു പോകാം. നടക്കുന്നില്ലല്ലോ കാര്യം, എവിടെ കയറി പ്രവേശിച്ച് എവിടെ നിങ്ങൾ അത്ഭുതം ചെയ്യുന്നു എന്നുള്ളതല്ലേ കാര്യം. അടുത്തുള്ള മനുഷ്യരിലേക്ക് പ്രവേശിച്ച് അടുത്തുള്ള മനുഷ്യർക്ക് ഒരു അത്ഭുതമായി മാറാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.